എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ കുറിച്ചാണ്. ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ചില പിടിവാശികൾ, ചില പോളിസികൾ പല മേഖലകളെയും പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതികളാണ്. എന്നാൽ അത് എത്ര കണ്ട് എഫക്റ്റീവ് ആകും, എത്ര നാൾ നിൽക്കും എന്നൊക്കെ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. അത് ഒരു സൈഡ് ഇരിക്കട്ടെ. ഇനി ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരോടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയാണ്. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരായിരിക്കും. ജനറലി തെറ്റില്ലാത്ത ശമ്പളം ലഭിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് എല്ലാ സൗകര്യങ്ങളും വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർ ജീവിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നാം ഒന്ന് ധരിക്കേണ്ടത്, ചില സമയങ്ങളിൽ നമുക്ക് ഇപ്പോൾ രണ്ടുപേരുള്ള ഒരാൾക്കെങ്കിലും ജോലി നഷ്ടപ്പെട്ടേക്കാം എന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും ഇന്നുപോലെ ആയിരിക്കില്ല നാളെയെന്ന് കണക്ക് കൂട്ടുന്നത്. കാര്യം ദിസ് ഈസ് എ ലൈഫ്. ഇത് ഒരു സൈക്ലിംഗ് ആണ്. അപ്പോൾ ചെയ്യാമെന്നുള്ളത്, നാളെ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഒരു പക്ഷേ ഒരാളുടെ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ രണ്ടുപേരുടെ ജോലിയും നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും. ഒന്ന് ചിന്തിച്ച് നോക്കൂ. നാം അങ്ങനെയുള്ളൊരവസ്ഥയെക്കുറിച്ച് മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രിവെൻറ്റേഷൻ നമ്മൾ എടുക്കാൻ സാധിക്കും. ഇവിടെ പലരും ഇന്ന് ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാനങ്ങൾ, ആ ഒരു ടേബിൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് കരുതുന്നവരായിരിക്കും. പക്ഷേ അങ്ങനെ ആകരുത്. മറിച്ചും ചിന്തിക്കണം. മറിച്ചും നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ തന്നെയും നമുക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ഒരു പ്ലാനിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതിന് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് വരുന്ന നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗമെങ്കിലും ഒരു സേവിങ്സിന് വേണ്ടി മാറ്റിവയ്ക്കണം. സേവിങ്സ് ഉണ്ടായിരിക്കണം. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് പുതിയ കാർ എടുക്കാനുള്ള മോഹമായിരിക്കും, അല്ലെങ്കിൽ വീട് വാങ്ങാനുള്ള മോഹം, പലതും കാണും. പക്ഷേ എന്ത് മോഹം പൂവണിഞ്ഞാലും നാളെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നാം നമ്മുടെ കാര്യങ്ങൾ നടത്തി തന്നെ പോരണം. അതിന് പ്രധാനമായി വേണ്ടത് ഇപ്പോൾ തന്നെ ഈ മാസം മുതലുള്ള മാക്സിമം ചിലവുകളെ ചുരുക്കാൻ ശ്രമിക്കുക. ഓണം വരികയാണ്. ഈ ഓണത്തിന് കാട്ടിക്കൂട്ടുന്ന ആർഭാടങ്ങൾ കഴിവതും മാക്സിമം ഒഴിവാക്കുക. ഒരുപക്ഷെ പുതിയ വാഹനം വാങ്ങാൻ പലരും ആഗ്രഹിച്ചിരിക്കാം. മറ്റൊരു ഉപയോഗിക്കുന്ന വാഹനം കാണുമായിരിക്കും. ആ പുതിയ വാഹനത്തിലേക്ക് കിടക്കുന്നതിന് ഉള്ള വാഹനത്തിന് ചെറിയ മെയിൻ്റനൻസ് ചെയ്ത് തൽക്കാലം അത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രോഗ്രാം ഭാര്യയും ഭർത്താവും ചേർന്ന് നിന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഉണ്ടാകുന്ന വിഷമസന്ധികളെ നമുക്ക് നല്ല രീതിയിൽ നമുക്കതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടത്, ആ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്ട്രെങ്ത് നാം കാലേ കൂട്ടി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗം ഒരു സേവിങ് പാർട്ടായിട്ട് മാറ്റണം. കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മുടെ താമസ സൗകര്യം, നമ്മുടെ മറ്റ് എക്സ്പെൻസ്, ഇതെല്ലാം നമുക്ക് ചെയ്തേ പറ്റൂ. അത് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സാധാരണ നമുക്ക് മീറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഞാനിപ്പോൾ കാണുന്നുണ്ട് ഞാൻ അറിയുന്ന പലരും ഉണ്ട്, അവർ വീട്ടിൽ കുക്ക് ചെയ്യില്ല. അവർ മാക്സിമം ഉള്ളത് ഫാസ്റ്റ് ഫുഡിന് അതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യാണ്. ഫുഡ് കഴിക്കുന്നതിന് ഒന്നിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി. ഇറ്റ് ഈസിൽ ആർഭാടകരമായ ജീവിതം, അനായാസമായ രീതിയിൽ ഉള്ള ഒരു ശൈലി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും. കാരണം നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല. നാളെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ എക്കോണമി പൊടുന്നതിന് ഏതെങ്കിലും രീതിയിൽ ഒന്ന് കീഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും.
അനുഭവിച്ചേ പറ്റൂ. അത് മറ്റാരും മറ്റുള്ള രാജ്യക്കാരൊന്നും അനുഭവിക്കില്ല. രണ്ടാമത്, ഇപ്പോൾ ജോലി ചെയ്തിരിക്കുന്നവർ തെറ്റില്ലാത്ത ശമ്പളം കിട്ടുന്നെങ്കിൽ ഇത് എപ്പോഴും വിചാരിക്കുക, രണ്ടുപേർ ജോലി ഉണ്ടെങ്കിൽ ഒരാൾ മാത്രം ജോലി എന്നുള്ള ധാരണ മനസ്സിൽ വെച്ച് ആ ഒരാളുടെ ശമ്പളത്തിൽ തന്നെ ഉള്ള ചിലവുകളെല്ലാം നിയന്ത്രിക്കുകയും മറ്റൊരാളുടെ ശമ്പളത്തെ സേവ് ചെയ്യാനും ചെയ്യുക. ഇതിൽ വലിയൊരു അബദ്ധം പറ്റുന്നത്, രണ്ടുപേർ പണി എന്ന് ഒരുപക്ഷെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ വൈഫിന് ജോലി നഷ്ടപ്പെടാം. ഇതാർക്കെങ്കിലും ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അവിടെ നല്ല ഒരു സ്ട്രെങ്തുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു സ്നേഹമില്ലാത്ത കുടുംബമാണെങ്കിൽ ഈഗോ ഫോം ചെയ്യും. ഒരു ഈഗോ സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒരുപക്ഷെ ഭാര്യയ്ക്കായിരിക്കും പണി, ഹസ്ബൻഡിന് പണി നഷ്ടപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ ആ ഹസ്ബൻഡും ഭാര്യയും നല്ല അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവിടെ ഒന്ന് ഈഗോ എന്നുകൊണ്ടൊരു മാറാരോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ജീവിതം തന്നെ ആകെപ്പാടെ താറുമാറായപ്പോൾ പിന്നെ മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യം ഇത്തിരി കൂട്ടാൻ നോക്കും. അപ്പോൾ അങ്ങനെ മോശമായ ഒരു സാഹചര്യത്തിൽ കുടുംബം എത്തിച്ചേരും. അത് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി ഇന്നേ അതിനുള്ള പ്രിവെൻറ്റേഷൻ നിങ്ങളെല്ലാവരും എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ സഹിക്കേണ്ടി വരും. പലരും ഇപ്പോൾ ഈ IT ഫീൽഡിൽ, പ്രത്യേകിച്ച് ടെക്നോ പാർക്ക് അങ്ങനെയുള്ള ഏരിയകളിൽ പണി ചെയ്യുന്ന പല സൈഡിൽ നിന്ന് വന്നവരാണ്. അവർ ഇവിടുത്തെ വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുക, സുഖസൗകര്യങ്ങളായിരിക്കും, എല്ലാം ഒക്കെ ഉണ്ടാകും. പക്ഷെ അതെപ്പോഴും നിലനിർത്തണമെങ്കിൽ അതിനൊരു ഫൗണ്ടേഷൻ, അടിസ്ഥാന സൗകര്യം നമുക്കുണ്ട്. അടിസ്ഥാനമായിട്ടുള്ളൊരു ഇത് നമ്മൾ കെട്ടിയിരിക്കണം. കാരണം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മാക്സിമം എക്കണോമിക് കണ്ടീഷൻ നമ്മൾ സ്ട്രോങ് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതവും നമ്മൾ വിചാരിക്കുന്നത് സക്സസ് ചെയ്യാനും നടത്താനും പറ്റത്തുള്ളൂ. സോ എന്നും വിചാരിക്കുക, നാം ചെയ്യുന്ന ജോലി സ്ഥിരമായി നാം കാണരുത്. മേ ബി സം പീപ്പിൾ ഇറ്റ്സ് ഓക്കെ, ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെ തിങ്ക് ചെയ്യരുത്. എന്ത് ബുദ്ധിമുട്ടുകളും നമുക്ക് സംഭവിച്ചേക്കാം. അത് സംഭവിച്ചാൽ അതിനെ ഓവർകം ചെയ്യാനുള്ളത്, അതിനെ അനായാസം ചെയ്ത് ഏതൊരു നേരിലും നമ്മൾ ജീവിക്കാൻ ട്രെയിൻഡായി കഴിഞ്ഞാൽ ഗോ ടു ദ ഹെൽ എന്ന് പറയാം. അതാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ ഈ എന്താ പറയുക, ഈ എൻ്റെ കുഴിമന്തി, നമുക്ക് കുഴിമന്തി കഴിക്കണം, കുഴിമന്തിയെ കഴിക്കൂ, അല്ല മറ്റേ ഫാസ്റ്റ് ഫുഡിൽ കഴിക്കൂ. ആ ഒരു ഷാർട്ടിങ്ങൾ മാറ്റി ഈ ഫാസ്റ്റ് ഫുഡും ഒക്കെ മാറ്റി അതിനെ എക്കണമൈസ് ചെയ്ത് വീട്ടിൽ ചെറിയ രീതിയിലുള്ള പാചകം തുടങ്ങി അതിൽ കൂടി നമ്മുടെ ജീവിതശൈലിയെ ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരികയില്ല. വലിയ ആർഭാടമായുള്ള ജീവിതം മാക്സിമം ഒഴിവാക്കുക. ആവശ്യത്തിനുള്ള വാഹനം മാത്രം ഉപയോഗിക്കുക. പുതിയ വാഹനത്തിൽ പോകുമ്പോൾ 100 തവണ ചിന്തിച്ചത് വേണോ വേണ്ടെന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ലോങ് ജേർണി പോകണമെങ്കിൽ, കുടുംബത്തിൽ പോകണമെങ്കിൽ ഒരു വണ്ടി ഹയർ ചെയ്യുക, പോകുക. യു വിൽ ബി സേഫ്. നിങ്ങളുടെ യാത്രയും സേഫായിരിക്കും. ഈ പെട്രോൾ ഒഴിച്ച് ഡീസലൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പിന്നെ വർക്ക്ഷോപ്പിൽ പോവുക, അതിനെ സർവീസ് ഇതൊക്കെ എല്ലാം ഒഴിവാക്കാൻ പറ്റും. ഏതെങ്കിലും വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതായിരിക്കും നല്ലത്. എനിക്ക് സ്നേഹമുള്ള എല്ലാ IT ഉദ്യോഗസ്ഥരോടും പറയാനുള്ളത്, എപ്പോഴും നിങ്ങളുടെ ജോലി നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ചിന്തിക്കരുത്. ഇനി ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊരാളുടെ ഫ്രണ്ടിൽ പോയി തല കുനിക്കാനും പാടില്ല. അത് തല കുനിക്കാതിരിക്കാൻ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുക. സാമ്പത്തിക അടിത്തറ ഇന്ന് മുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഡോണ്ട് വേസ്റ്റ് ഓഫ് മണി. ഇത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ആർഭാട ജീവിതം എല്ലാം ഒഴിവാക്കണം. നിങ്ങൾ അറിയുന്ന സുഹൃത്തുക്കളോട് ഈ വിശേഷങ്ങളൊന്ന് പറയണം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.